ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ റാൻഡം എക്സ്പെരിമെൻറ്റുകളെക്കുറിച്ച് പഠിച്ചു, ഇവൻസുകളെക്കുറിച്ച് പഠിച്ചു, ടൈപ്സ് ഓഫ് ഇവൻസുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെ ഇവൻറ്റുകൾ തമ്മിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യാം അതും നമ്മൾ കണ്ടു. ഇന്ന് നമുക്ക് ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്താണെന്ന് പഠിക്കാം. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്, ഗിവൺ ടു ദ ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ്. ഒരു ഇവൻ്റ് സംഭവിക്കാനുള്ള സാധ്യതയ്ക്ക് കൊടുത്തേക്കുന്ന ന്യൂമറിക്കലായിട്ടുള്ള വാല്യൂ ആണ് അതിൻ്റെ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയെ ബേസ് ചെയ്ത് ഡിഫറൻറ്റ് അപ്രോച്ചസ് ഉണ്ട്. അതിൽ ഓരോ അപ്രോച്ചസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ക്ലാസിക്കൽ അപ്രോച്ച് ഓഫ് പ്രോബബിലിറ്റി. അതല്ല എങ്കിൽ ലാപ്ലേഷ്യൻ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി അങ്ങനെയും പറയാം. അതുമല്ല എങ്കിൽ മാത്തമെറ്റിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ഓർ അപ്രയോറി പ്രോബബിലിറ്റി. ഇതെന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് അപ്രോച്ചാണ്. അപ്പോൾ ഓൾഡസ്റ്റ് ആണ്, വളരെ സിംപ്ലസ്റ്റ് ആണ്. ഏത് അപ്രോച്ച്? ക്ലാസിക്കൽ അപ്രോച്ച്. ബേസിക് അസംഷൻസ് ഓഫ് ക്ലാസിക്കൽ അപ്രോച്ച്. ഈ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ അസംഷൻസ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ്, ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻ്റ് ആർ ഈക്വലി ലൈക്ലി, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ്. ഈ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസ് എങ്ങനെയൊക്കെ ആയിരിക്കണം? ഈക്വലി ലൈക്ലി ആയിരിക്കണം, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കണം, മാത്രമല്ല എക്സോസ്റ്റീവും ആയിരിക്കണം. എന്താണ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്? ആ പേര് തന്നെ ഉണ്ട്, ഈക്വലി ലൈക്ലി എന്ന് വെച്ചാൽ ഈക്വലി പ്രോബബിൾ. ഔട്ട്കംസിനെല്ലാം ഒരേ പ്രോബബിലിറ്റി ആയിരിക്കണം, ഒരേ ചാൻസ് ആയിരിക്കണം. മനസ്സിലായോ? ഔട്ട്കംസിനെല്ലാം ഒരേ ചാൻസ് ആയിരിക്കണം. അങ്ങനെയുള്ള ഔട്ട്കംസിനെ വിളിക്കുന്ന പേരാണ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. ഫോർ എക്സാമ്പിൾ, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്താൽ ഒരു കോയിൻ ടോസ് ചെയ്യണം. അവിടുത്തെ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ഏതൊക്കെയാണ്? ഹെഡ്, ടെയിൽ അല്ലേ? ഹെഡ്, ടെയിൽ. ഹെഡ് വീഴാനുള്ള അതേ ചാൻസ് തന്നെയാണ് ടെയിൽ വീഴാനുള്ള ചാൻസും. ശരിയല്ലേ? ഹെഡ് വീഴാനുള്ള ചാൻസ് എന്താണോ അത്രയും തന്നെയാണ് ടെയിൽ വീഴാനുള്ള ചാൻസും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആ ഔട്ട്കംസ്, ഹെഡും ടെയിലും, ആ ഔട്ട്കംസ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ആണ്, അതുപോലെ ഈക്വലി പ്രോബബിൾ ഔട്ട്കംസ് ആണ്. മനസ്സിലായല്ലോ? വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു ഡൈ ത്രോ ചെയ്യാണ്. ഔട്ട്കംസ് ഏതൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ്? 1, 2, 3, 4, 5, 6. ഇതിനെല്ലാം ഒരേ ചാൻസ് ആണ് അല്ലേ? ഇതെല്ലാം ഒക്കെ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഒരുപോലെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഔട്ട്കംസിനെ വിളിക്കുന്ന പേരാണ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കണം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഔട്ട്കംസിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എ എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന വേറൊരു ഇവൻ്റ് ഉണ്ട്. എയുടെ ഒക്കറൻസ് ബിയുടെ ഒക്കറൻസിനെ പൂർണ്ണമായിട്ടും എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ അത്തരം ഇവൻറ്റുകളെ നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് വിളിക്കാം അല്ലേ? എയുടെ ഒക്കറൻസ് ബിയുടെ ഒക്കറൻസിനെ പൂർണ്ണമായിട്ടും എക്സ്ക്ലൂഡ് ചെയ്യും. ഇനി ബി ആണ് ഒക്കർ ചെയ്യുന്നതെങ്കിൽ എയുടെ ഒക്കറൻസിനെ അത് പൂർണ്ണമായിട്ടും എക്സ്ക്ലൂഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ഇവൻറ്റുകളെ വിളിക്കുന്ന പേരാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. ഇവിടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഔട്ട്കംസും ഇതേ മീനിങ് തന്നെയാണുള്ളത്. ഒരു ഔട്ട്കത്തിൻ്റെ ഒക്കറൻസ് മറ്റ് ഔട്ട്കംസിൻ്റെ ഒക്കറൻസിനെ പൂർണ്ണമായിട്ടും എക്സ്ക്ലൂഡ് ചെയ്യണം. അതുപോലെ ഓരോ ഔട്ട്കംസിൻ്റെ കേസും അങ്ങനെ ആയിരിക്കണം. മനസ്സിലായോ? ഒരു ഔട്ട്കം ഒക്കർ ചെയ്യുന്നത് ബാക്കിയുള്ള ഔട്ട്കംസിൻ്റെ ഒക്കറൻസിനെ പൂർണ്ണമായിട്ടും എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം. അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഔട്ട്കംസ് എന്ന് പറയുന്നത്. മാത്രമല്ല എക്സോസ്റ്റീവ് ആയിരിക്കണം. എക്സോസ്റ്റീവ് എന്താണെന്ന് അറിയാമല്ലോ? ഔട്ട്കംസിൻ്റെ എല്ലാത്തിൻ്റെയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസ് തന്നെ കിട്ടണം. അതാണ് എക്സോസ്റ്റീവ് ഔട്ട്കംസ് എന്ന് വെച്ചാൽ. എക്സോസ്റ്റീവ് എല്ലാത്തിൻ്റെയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസ് കിട്ടണം. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള അസംഷൻസ് നമ്മൾ ക്ലാസിക്കൽ അപ്രോച്ചിൽ യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്ന് നോക്കാം. ദി പ്രോബബിലിറ്റി ഓഫ് ദി ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ് എ ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് എ. എല്ലാവർക്കും അറിയാം, എ എന്ന് പറയുന്ന ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ്, അതിനുള്ള പ്രോബബിലിറ്റി അല്ലേ? പ്രോബബിലിറ്റി ഓഫ് ദി ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ്, അത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? പി ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യാം. ക്ലാസിക്കൽ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് പി ഓഫ് എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു എ.
എ എന്ന് പറയുന്ന ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസിൻ്റെ എണ്ണം, അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എന്ന് വെച്ചാൽ സാമ്പിൾ സ്പേസിനകത്തുള്ള ഔട്ട്കംസിൻ്റെ എണ്ണം. മനസ്സിലായല്ലോ? ഈ ഒരു റേഷ്യോ ആയിരിക്കും എ എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി. ദാറ്റ് ഈസ് പി ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു എ ഹോൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. ഈ ഒരു ഡെഫിനിഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ സാമ്പിൾ സ്പേസിനകത്തുള്ള ഔട്ട്കംസ് എല്ലാം എങ്ങനെയായിരിക്കണം? ഈക്വലി ലൈക്ക്ലി, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ആയിരിക്കണം. മനസ്സിലായല്ലോ? അങ്ങനെയുള്ള ഔട്ട്കംസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡെഫിനിഷൻ അപ്ലൈ ചെയ്ത് പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റൂ. നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു എ, അതായത് എ എന്ന് പറയുന്ന ഇവൻറ്റിനകത്തുള്ള എലമെൻറ്റുകളുടെ എണ്ണം. എലമെൻറ്റുകളല്ല എങ്കിൽ നമുക്ക് സാമ്പിൾ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാലും മതി. എ എന്ന് പറയുന്ന ഇവൻറ്റിനകത്തുള്ള സാമ്പിൾ പോയിൻറ്റുകളുടെ എണ്ണം, അതാണ് എൻ ഓഫ് എ ഡിവൈഡ് ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് എസ് എന്ന് പറയുമ്പോൾ സാമ്പിൾ സ്പേസിനകത്തുള്ള ഔട്ട്കംസിൻ്റെ എണ്ണം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഒരു സാമ്പിൾ സ്പേസ്, ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസ് ആണ് സെറ്റ് 1 2 3 4 5 6. എ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് ഞാൻ ഈ സാമ്പിൾ സ്പേസിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 3. 3യുടെ മൾട്ടിപ്പിൾ കിട്ടാനുള്ള ഒരു ഇവൻറ്റ്. നമുക്കറിയാം എ എന്ന് പറയുന്ന ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഏതൊക്കെ ഔട്ട്കംസ് ഉണ്ട്? ഈ സെറ്റിനകത്ത് 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്? 3 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ആണ് സെറ്റിനകത്ത് എഴുതിയിരിക്കുന്നത് 3ഉം 6ഉം. ഇനി ഈ ക്ലാസിക്കൽ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. പി ഓഫ് എ ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് എ എന്താണ്? എൻ ഓഫ് എ എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന ഇവൻറ്റിനകത്തുള്ള എലമെൻറ്റുകളുടെ എണ്ണം. അത് എത്രയാണ്? 1 2 ഡിവൈഡ് ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ്. ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എന്ന് വെച്ചാൽ സാമ്പിൾ സ്പേസിനകത്തുള്ള ഔട്ട്കംസിൻ്റെ എണ്ണം, ദാറ്റ് ഈസ് 6. ആൻസർ 2/6 ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഇതാണ് ഈ എ എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ അപ്രോച്ച്. നെക്സ്റ്റ്, ക്ലാസിക്കൽ ഡെഫിനിഷൻ്റെ ലിമിറ്റേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഔട്ട്കംസ് ഷുഡ് ബി ഈക്വലി ലൈക്ക്ലി. ക്ലാസിക്കൽ ഡെഫിനിഷൻ ഉപയോഗിച്ച് പ്രോബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഔട്ട്കംസ് എല്ലാം ഈക്വലി ലൈക്ക്ലി ആയിരിക്കണം, ഈക്വലി പ്രോബബിൾ ആയിരിക്കണം. ഈക്വലി ലൈക്ക്ലി അല്ലാത്ത ഔട്ട്കംസ് ആണെങ്കിൽ ഈ ഡെഫിനിഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതാണ് ആദ്യത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് വെരി ലാർജ് ആകുന്ന സമയത്ത്, നമ്പർ ഓഫ് ട്രയൽസ് 1000 10,000 50,000 അങ്ങനെ കൂടുന്ന സമയത്ത് ഈ ഡെഫിനിഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്ന കാര്യം പ്രയാസമായിരിക്കും. ഇതാണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ്റെ ലിമിറ്റേഷൻസിൽ വരുന്നത്. ക്ലാസിക്കൽ പ്രോബിലിറ്റിയെ അല്ലെങ്കിൽ ക്ലാസിക്കൽ അപ്രോച്ചിനെ നമ്മൾ അപ്രയോറി പ്രോബിലിറ്റി എന്നും വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്? അതായത് എക്സ്പെരിമെൻ്റ് നടത്തി നോക്കാതെ തന്നെ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് നടത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഈ പ്രോബിലിറ്റിയെ അപ്രയോറി പ്രോബിലിറ്റി എന്ന് വിളിക്കുന്നത്. കണ്ടോ, എക്സ്പെരിമെൻ്റ് നടത്താതെ തന്നെ മൾട്ടിപ്പിൾ ഓഫ് 3 കിട്ടാനുള്ള പ്രോബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ? അതുകൊണ്ടാണ് ഈ പ്രോബിലിറ്റിയെ അപ്രയോറി പ്രോബിലിറ്റി എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് സെക്കൻഡ് അപ്രോച്ച് ഡിസ്കസ് ചെയ്യാം. റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച് ഓർ എംപിരിക്കൽ അപ്രോച്ച് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് ഓർ എക്സ്പെരിമെൻ്റൽ അപ്രോച്ച്. അതുമല്ല എങ്കിൽ വോൺ മൈസസ് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാലും റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ചാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച് എന്ന് നോക്കാം. നമ്പർ ഓഫ് ട്രയൽസ് വളരെ വലുതാകുന്ന സമയത്താണ് നമ്മൾ ഈ അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. എന്താണ് റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച് എന്നത് ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. പ്രോബബിലിറ്റി ഈസ് ദി റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ട്രയൽസ് വെയർ ദ ഡിസൈഡ് ഇവൻറ്റ് ഒക്കേഴ്സ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. മനസ്സിലായോ? പ്രോബബിലിറ്റി ഈസ് ദി റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ട്രയൽസ് വെയർ ദ ഡിസൈഡ് ഇവൻറ്റ് ഒക്കേഴ്സ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. ഇപ്പം ഞാനൊരു റാൻഡം എക്സ്പെരിമെൻ്റ് ഇവിടെ പെർഫോം ചെയ്യാണ്. ഒരു കോയിൻ ടോസ് ചെയ്യാണ്, റിപ്പീറ്റഡ് ആയിട്ട് ടോസ് ചെയ്യാണ്. ഒരു 500 പ്രാവശ്യം ടോസ് ചെയ്തു. 500 ടൈംസ് ഒരു കോയിൻ ഇങ്ങനെ ഞാൻ ടോസ് ചെയ്തു. ഓരോ തവണ
ഹെഡ് വീഴുമ്പോഴും ഞാനത് കൗണ്ട് ചെയ്തു. അങ്ങനെ കൗണ്ട് ചെയ്തപ്പോൾ എനിക്ക് 260 ഹെഡ്സ് കിട്ടിയെന്ന് വിചാരിക്കുക. 260 ഹെഡ്സ് കിട്ടി. ഒരിക്കലും പറയാം, ഒരു കോയിൻ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ത്രോ ചെയ്തു, ടോസ് ചെയ്തു അല്ലേ? എത്ര പ്രാവശ്യം ടോസ് ചെയ്തു? 500 പ്രാവശ്യം ടോസ് ചെയ്തു. 500 പ്രാവശ്യം ആ ട്രയൽ ഞാൻ നടത്തി നോക്കി. അപ്പോൾ 260 ട്രയലിൽ എനിക്ക് ഹെഡ് കിട്ടി. എങ്കിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ 260. അതായത് എത്ര ട്രയലിലാണ് എനിക്ക് വേണ്ടുന്ന ഇവൻറ്റ്, അതായത് ഹെഡ് വീഴാനുള്ള ഇവൻറ്റ് സംഭവിച്ചത്, അതാണ് 260 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ 260 ബൈ 500 ആണ് ഇവിടെ ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് എക്സ്പെരിമെൻ്റ് നടത്തി നോക്കിയിട്ടാണ്. അതുകൊണ്ടാണല്ലോ ഇതിനെ എക്സ്പെരിമെൻ്റൽ അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരിക്കലും വായിക്കാം. പ്രോബബിലിറ്റി ഈസ് ദി റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ട്രയൽസ് വെയർ ദ ഡിസൈഡ് ഇവൻറ്റ് ഒക്കേഴ്സ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. ദാറ്റ് ഈസ് P of A is approximately equal to number of times A occurs. A എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്, ആ ഇവൻറ്റ് എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നു, അതാണ് നമ്പർ ഓഫ് ടൈംസ് A occur ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. ഈ രണ്ട് പേരുടെയും റേഷ്യോ ആയിട്ടാണ് നമ്മളിവിടെ പ്രോബബിലിറ്റി എഴുതുന്നത്. P of A is equal to അല്ലെങ്കിൽ is approximately equal to number of times A occurs ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. ഇപ്പോൾ നമ്പർ ഓഫ് ടൈംസ് A occurs, അതായത് ആ ഇവൻറ്റ് ഒക്കർ ചെയ്യുന്നത് എത്ര പ്രാവശ്യമാണെന്നുള്ള നമ്പറാണ് ന്യൂമറേറ്ററിൽ. അത് M ആണെന്ന് ഇരിക്കട്ടെ. M നമുക്ക് വേണ്ടുന്ന ഇവൻറ്റ് M ടൈംസ് ഒക്കർ ചെയ്യുന്നുണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. നമ്പർ ഓഫ് ട്രയൽസ് N ആണെന്നിരിക്കട്ടെ. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എ. ഈ പ്രോബബിലിറ്റി ഓഫ് എക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആൻസർ കിട്ടണമെങ്കിൽ, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ ഈ നമ്പർ ഓഫ് ട്രയൽസ് വളരെ വലുതാക്കിയാൽ മതി. നമ്പർ ഓഫ് ട്രയൽസ് കൂടുന്ന അനുസരിച്ചിട്ട് ഈ പ്രോബബിലിറ്റിക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? P of A is equal to limit n tends to infinity m by n. നമ്പർ ഓഫ് ട്രയൽസ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് ആ പ്രോബബിലിറ്റിക്ക് ഒരു കറക്റ്റ് ആൻസർ കിട്ടുന്നത്. എത്രത്തോളം നമുക്ക് ട്രയൽസ് ഇൻക്രീസ് ചെയ്യാമോ അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് ആ പ്രോബബിലിറ്റി കിട്ടുന്നത്. ഇതാണ് റിലേറ്റീവ് ഫ്രീക്വൻസി അപ്രോച്ച്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് തേർഡ് അപ്രോച്ച് നോക്കാം, സബ്ജക്റ്റീവ് അപ്രോച്ച്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ബിലീഫ് ആൻഡ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ പേഴ്സൺ മേക്കിംഗ് ദ പ്രോബബിലിറ്റി അസൈൻമെൻറ്റ്. ഐ റിപ്പീറ്റ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ബിലീഫ് ആൻഡ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദി പേഴ്സൺ മേക്കിംഗ് ദി പ്രോബബിലിറ്റി അസൈൻമെൻറ്റ്. അതായത് ഒരു പേഴ്സൺ അയാളുടെ എക്സ്പീരിയൻസ് വച്ച് ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള സാധ്യതയ്ക്ക് ഒരു ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കുന്നു. അതാണ് സബ്ജക്റ്റീവ് അപ്രോച്ച് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യത ഞാൻ പറയുന്നു 60% ആണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഈ ഇവൻറ്റിന് ഞാനൊരു ന്യൂമറിക്കൽ വാല്യൂ കൊടുത്തു. ഇതാണ് സബ്ജക്റ്റീവ് അപ്രോച്ച്. മനസ്സിലായല്ലോ? സബ്ജക്റ്റീവ് അപ്രോച്ച് എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ബിലീഫ് ആൻഡ് ദ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ പേഴ്സൺ മേക്കിംഗ് ദി പ്രോബബിലിറ്റി അസൈൻമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫോർത്ത് അപ്രോച്ച് നോക്കാം, ആക്സിയോമാറ്റിക് അപ്രോച്ച് ഓർ മോഡേൺ അപ്രോച്ച്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 3 ആക്സിയംസ്. ആ 3 ആക്സിയംസ് 1 by 1 ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ആക്സിയം, പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് റേഞ്ചസ് ഫ്രം 0 to 1. ഏതൊരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാലും അത് 0 മുതൽ 1 വരെയുള്ള ഏത് റിയൽ നമ്പർ വേണോ കിട്ടാം. അതാണ് ഫസ്റ്റ് ആക്സിയം പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് റേഞ്ചസ് ഫ്രം 0 to 1. നമുക്കറിയാം ഏറ്റവും വലിയ ഇവൻ്റ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആണ്. ശരിയാണല്ലോ? ഏറ്റവും വലിയ ഇവൻറ്റ് സാമ്പിൾ സ്പേസ് ആണ്. സാമ്പിൾ സ്പേസും ഒരു ഇവൻ്റ് ആണ്. ആ ഇവൻറ്റിനെ നമ്മൾ പറയുന്നൊരു പേരുണ്ടല്ലോ, ഷുവർ ഇവൻറ്റ്. ഷുവർ ഇവൻറ്റ്, സാമ്പിൾ സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഷുവർ ഇവൻറ്റ്. ഉറപ്പായിട്ട് നടക്കുന്ന ഇവൻറ്റ്. ഏതൊരു റാൻഡം എക്സ്പെരിമെൻ്റ് നടത്തി നോക്കിയാലും ഉറപ്പായിട്ടും ഒക്കർ ചെയ്യുന്ന ഇവൻ്റ് എന്ന് പറയുന്നത് ഷുവർ ഇവൻ്റ് ആണ്, അതായത് സാമ്പിൾ സ്പേസ് ആണ്. ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്തു എന്ന് പറയണമെങ്കിൽ ആ ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം വീഴണ്ടേ, എങ്കിൽ മാത്രമല്ലേ ആ ഇവൻറ്റ് ഒക്കർ ചെയ്തു എന്ന് പറയൂ. ഏതൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്താലും സാമ്പിൾ സ്പേസിനകത്തുള്ള ഒരു ഔട്ട്കം അല്ലേ വീഴുന്നത്.
അതുകൊണ്ട് സാമ്പിൾ സ്പേസ് ഉറപ്പായിട്ടും ഒക്കർ ചെയ്യുമെന്ന് പറയാം. സോ സാമ്പിൾ സ്പേസിനെ നമുക്ക് ഷുവർ ഇവൻ്റ് എന്ന് വിളിക്കാം. ഷുവർ ഇവൻ്റ് ഒക്കർ ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് 100% ആണ്, 100-ൽ 100 ഉറപ്പായിട്ടും ഒക്കർ ചെയ്യും. അപ്പോൾ അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് 100-ൽ 100. 100-ൽ 100 എന്ന് പറയുന്നത് 1 ആണ്. അതായത് സാമ്പിൾ സ്പേസിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അതാണ് സെക്കൻഡ് ആക്സിയം പറയുന്നത്. P of S equal to 1. That is probability of entire sample space is equal to 1. ഏറ്റവും ചെറിയ ഇവൻ്റ് ഏതാണെന്ന് അറിയാലോ? ഏറ്റവും ചെറിയ ഇവൻ്റ് എന്ന് പറയുന്നത് നൾ ഇവൻ്റ് ആണ്. നൾ ഇവൻ്റ് ദാറ്റ് ഈസ് 5. 5 നമുക്കിതാ ഇതുപോലെയും നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. 5 മനസ്സിലായല്ലോ? ഏറ്റവും ചെറിയ ഇവൻ്റ് നൾ ഇവൻ്റ് ആണ്, അല്ലെങ്കിൽ ഇമ്പോസിബിൾ ഇവൻ്റ് ആണ്. ഇമ്പോസിബിൾ ഇവൻ്റ് ഒരിക്കലും ഒക്കർ ചെയ്യാത്ത ഇവൻ്റാണ് ഇമ്പോസിബിൾ ഇവൻ്റ്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഒരു ഇമ്പോസിബിൾ ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഏറ്റവും ചെറിയ ഇവൻ്റ് ഇമ്പോസിബിൾ ഇവൻ്റ് ആണ്. ഇമ്പോസിബിൾ ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി 0 ആണ്. ഏറ്റവും വലിയ ഇവൻ്റ് ഷുവർ ഇവൻ്റ് സാമ്പിൾ സ്പേസ് ആണ്. സാമ്പിൾ സ്പേസിൻ്റെ പ്രോബിലിറ്റി 1 ആണ്. ബാക്കിയുള്ള ഇവൻറ്റുകളെല്ലാം ഈ 2 ഇവൻറ്റുകൾക്കിടയിലല്ലേ കിടക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ഏതൊരു ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റിയും 0-ക്കും 1-നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് ആയിരിക്കും. 0-യും വരാം, 1-ഉം വരാം. 0 എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റിയാണ്. 1 എന്ന് പറയുന്നത് ഷുവർ ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റിയാണ്. അപ്പോൾ ആദ്യത്തെ 2 ആക്സിയംസ് മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ ആക്സിയം, ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സിനെ നമുക്ക് ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ് എന്നും പറയാം കേട്ടോ. ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ്. അപ്പോൾ ഡിസ്ജോയിൻ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നാണ് എൻ്റെ അർത്ഥം. ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്, ദെൻ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു, ദെൻ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. ഇതാ കണ്ടോ, ഈ വെൻ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 2 ഇവൻറ്റുകൾ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ആ 2 ഇവൻറ്റുകൾക്ക് കോമൺ ആയിട്ട് ഔട്ട്കംസ് ഒന്നും വരുന്നില്ല. സോ എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. ദെൻ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എക്കകത്തുള്ളതും ബിക്കകത്തുള്ളതും എല്ലാം ഉണ്ടാവും അല്ലേ? എക്കകത്തുള്ള എല്ലാ എലമെൻറ്റുകളും ഉണ്ടാവും, ബിക്കകത്തുള്ള എല്ലാ എലമെൻറ്റുകളും ഉണ്ടാവും. എങ്കിൽ ആ സെറ്റിന് നമുക്ക് എ യൂണിയൻ ബി എന്ന് പറയാം. എ യൂണിയൻ ബിയുടെ പ്രോബിലിറ്റി കാണാനുള്ള ഫോർമുല പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആണ്. എപ്പോഴാ? എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സുകളാകുമ്പോൾ. അപ്പോൾ ഇത്രയാണ് ആക്സിയോമാറ്റിക് അപ്രോച്ചിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡിഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി. എന്താണ് അഡിഷൻ തിയറം എന്ന് നോക്കാം. ഫോർ എനി 2 ഇവൻറ്റ്സ് എ ആൻഡ് ബി, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതാണ് അഡിഷൻ തിയറത്തിൽ പഠിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നെക്സ്റ്റ്, ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകളാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. അത് നമ്മൾ ആക്സിയോമാറ്റിക് അപ്രോച്ചിൽ പഠിച്ചതാണ്. പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. നെക്സ്റ്റ് ഫോർമുല, ഫോർ എനി 3 ഇവൻറ്റ്സ് എ ബി ആൻഡ് സി, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ഇവൻറ്റിനും ബി എന്ന് പറയുന്ന ഇവൻറ്റിനും കോമൺ ആയിട്ടുള്ള എലമെൻറ്റുകൾ വരുന്ന ഇവൻ്റാണ് അല്ലേ? അതിൻ്റെ പ്രോബബിലിറ്റിയാണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്ന ഇവൻറ്റിനും സി എന്ന് പറയുന്ന ഇവൻറ്റിനും കോമൺ ആയിട്ട് വരുന്ന ഔട്ട്കംസ് വെച്ചുള്ള ഇവൻ്റാണ്. ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി. ദെൻ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇതാണ് 3 ഇവൻറ്റുകളുടെ അഡിഷൻ തിയറം, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി. ഇത്രയും മനസ്സിലായല്ലോ. നെക്സ്റ്റ് പി എസ് സിയിൽ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തെ ചോദ്യം, ഇൻ ടോസിങ് 3 കോയിൻസ് അറ്റ് എ ടൈം ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്മോസ്റ്റ് 1 ഹെഡ് ഈസ് ഓപ്ഷൻ എ 3/8, ഓപ്ഷൻ ബി 7/8, ഓപ്ഷൻ സി 1/2, ഓപ്ഷൻ ഡി 1/8. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എഴുതണം. മനസ്സിലായല്ലോ? അപ്പോൾ സാമ്പിൾ സ്പേസ് എഴുതാൻ പറ്റുന്ന എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ സാമ്പിൾ സ്പേസ് എഴുതി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടുത്തെ എക്സ്പെരിമെൻ്റ് ഏതാണ്? ടോസിങ് 3 കോയിൻസ് അറ്റ് എ ടൈം അല്ലേ? 3 കോയിൻസ് ഒരേ സമയം ടോസ് ചെയ്യണം.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോഴും അതുപോലെ 3 കോയിൻസ് ഒരു വട്ടം ടോസ് ചെയ്യുമ്പോഴും കിട്ടുന്ന സാമ്പിൾ സ്പേസ് ഒരുപോലെയാണ്. അന്നേരം സാമ്പിൾ സ്പേസ് എങ്ങനെ എഴുതാം? S equal to set H, 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 T, H, T, H, H, T, T, H, 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 T, H, T, 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 H, T, 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 T. ഇതാണ് അവിടുത്തെ സാമ്പിൾ സ്പേസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണ്. ഇതേ സാമ്പിൾ സ്പേസ് അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഏത് ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് വേണ്ടത്? ഗെറ്റിംഗ് അറ്റ്മോസ്റ്റ് 1 ഹെഡ്. കണ്ടാ, ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്മോസ്റ്റ് 1 ഹെഡ്. അറ്റ്മോസ്റ്റ് 1 ഹെഡ് എന്ന് വെച്ചാൽ ഹെഡിൻ്റെ എണ്ണം മാക്സിമം പോയാൽ ഒരെണ്ണമേ ആകാവൂ. ഹെഡ് ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒരെണ്ണം വരെ പോവാം. അതാണ് അറ്റ്മോസ്റ്റ് 1 ഹെഡിൻ്റെ അർത്ഥം. ഒന്നിൽ കൂടുതൽ ഹെഡ് വരാൻ പാടില്ല. ഹെഡിൻ്റെ എണ്ണം മാക്സിമം 1 ആകാവൂ. ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് വേണ്ടത്. മാക്സിമം 1 ഹെഡേ ആവാവൂ. ഹെഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഹെഡ് മാക്സിമം പോയാൽ ഒരെണ്ണമേ ആകാവൂ. അതിന് ഉള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സാമ്പിൾ സ്പേസിനകത്ത് നോക്കിയിട്ട് ഈ ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് സെലക്ട് ചെയ്ത് എഴുതുക. ഇപ്പോൾ ഗെറ്റിംഗ് അറ്റ്മോസ്റ്റ് 1 ഹെഡ്. അറ്റ്മോസ്റ്റ് എന്ന് വെച്ചാൽ മാക്സിമം 1 ഹെഡ് വരെ ഹെഡിൻ്റെ എണ്ണം പോകാവൂ, അതിനപ്പുറം പോകാൻ പാടില്ല. അപ്പോൾ മാക്സിമം 1 ഹെഡ് വരെ ഉള്ളത് നമുക്ക് ഇതിനകത്ത് എഴുതാം. അപ്പോൾ ആദ്യം 1 ഹെഡുള്ള ഔട്ട്കംസ് നോക്കുക. ടി ടി എച്ച് കണ്ടോ, ഇതിനകത്ത് നോക്കി എഴുതുക. എച്ച് ടി ടി, ടി എച്ച് ടി. അപ്പോൾ ഈ 3 ഔട്ട്കംസിലും 1 ഹെഡ് വെച്ചേ ഉള്ളൂ. മാക്സിമം 1 ഹെഡ് വരെ ആകാം, ഒന്നിൽ കൂടുതൽ ഹെഡുള്ളത് എഴുതരുത്. ഇനി എന്താ, 1 ഹെഡും ഇല്ലാത്തതും നമുക്ക് ഇതിനകത്ത് എഴുതാം. അറ്റ്മോസ്റ്റ് എന്ന് വെച്ചാൽ മാക്സിമമാണ്. മാക്സിമം 1 ഹെഡ് വരെ പോവാം. അപ്പോൾ 1 ഹെഡും വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതും ഇതിൻ്റെ ഫേവറബിൾ ഔട്ട്കത്തിൽ വരും. മനസ്സിലായല്ലോ? അപ്പോൾ ടി 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 എന്ന് പറയുന്ന ഔട്ട്കമ്മും എ എന്ന് പറയുന്ന ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കമാണ്. ഇനി പി ഓഫ് എ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. പി ഓഫ് എ മാത്തമെറ്റിക്കൽ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് പ്രോബബിലിറ്റി ഓഫ് ദ ഒക്കറൻസ് ഓഫ് എ എന്ന് പറയുന്നത് എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് ആണ്, അല്ലേ? എ എന്ന് പറയുന്ന ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ട് എത്ര ഔട്ട്കംസ് ഉണ്ട്? അപ്പോൾ എ എന്ന് പറയുന്ന ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസിൻ്റെ എണ്ണം എത്രയാണ്? 1, 2, 3, 4. 4 ഔട്ട്കംസ് ഉണ്ട്. 4 ഡിവൈഡ് ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ്. ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 4/8 ആണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ 1/2 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1/2. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ടിക്കറ്റ്സ് നമ്പേർഡ് 1 to 20 are mixed up and then a ticket is drawn at random. What is the probability that the ticket drawn has a number which is a multiple of 3 or 5? Option A 1/2, option B 2/5, option C 8/15, option D 9/20. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഇവിടെ കുറച്ച് ടിക്കറ്റ്സ് ഉണ്ട്, 20 ടിക്കറ്റ്സ് ഉണ്ട്. ഓരോ ടിക്കറ്റിലും ഓരോ നമ്പർ വെച്ച് എഴുതിയിട്ടുണ്ട്. 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സാണ് എഴുതിയിരിക്കുന്നത്. ആ ടിക്കറ്റ്സ് എല്ലാം മിക്സ് ചെയ്തു, അതിനുശേഷം അതിനകത്തുനിന്ന് റാൻഡം ആയിട്ടൊരു ടിക്കറ്റ് സെലക്ട് ചെയ്തു. എങ്കിൽ ഈ എടുത്ത ടിക്കറ്റിൽ എഴുതിയിരിക്കുന്ന നമ്പർ 3ൻ്റെയോ 5ൻ്റെയോ മൾട്ടിപ്പിൾ ആകാനുള്ള പ്രോബബിലിറ്റി എന്ത്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. മനസ്സിലായല്ലോ? അതായത് നമുക്ക് വേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് getting a number which is a multiple of 3 or 5. 3ൻ്റെയോ 5ൻ്റെയോ മൾട്ടിപ്പിൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ത്? അതാണ് ചോദ്യം. മനസ്സിലായല്ലോ? ഈ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്ലാസിക്കൽ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള എത്ര ഔട്ട്കംസ് ഉണ്ടെന്ന് നോക്കണം. That is n of multiple of 3 or 5. അതായത് 3ൻ്റെയോ 5ൻ്റെയോ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള എത്ര ഔട്ട്കംസ് ഉണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ്, അതായത് എൻ ഓഫ് എസ്. അപ്പോൾ ക്ലാസിക്കൽ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. എൻ ഓഫ് ദാറ്റ് ഇവൻറ്റ്, ഈ ഇവൻറ്റ് എന്താണോ അതിവിടെ എഴുതണം, ഡിവൈഡ് ബൈ എൻ ഓഫ് എസ്. ഇനി ഈ ഇവൻറ്റിനകത്ത് എത്ര ഔട്ട്കംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 3ൻ്റെയോ 5ൻ്റെയോ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? ഇതാ ഈ വെൻ ഡയഗ്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും.
മൾട്ടിപ്പിൾ ഓഫ് 3 ആയിട്ട് വരുന്നതെല്ലാം ഈ സർക്കിളിനകത്ത് എഴുതിയിട്ടുണ്ട്, ഈ ഇവൻറ്റിനകത്ത് എഴുതിയിട്ടുണ്ട്. അടുത്ത ഇവൻ്റ് എന്ന് പറയുമ്പോൾ അടുത്ത സർക്കിളാണ്, അതിനകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. ഈ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആളാണ് ഈ ഇൻ്റർസെക്ഷൻ്റെ ഭാഗത്ത് എഴുതുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 1 മുതൽ 20 വരെ പറയുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ് വരുന്നത്? 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്, 12 ഉണ്ട്, 15 രണ്ടിടത്തും വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ 18 ഉണ്ട്. 5ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 5 ഉണ്ട്, 10 ഉണ്ട്, 20 ഉണ്ട്, 15 ഉണ്ട് അല്ലേ? ഇത്രയും മനസ്സിലായല്ലോ. ഇനി 3ൻ്റെയോ 5ൻ്റെയോ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള എത്ര ഔട്ട്കംസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 9 ഔട്ട്കംസ് ഉണ്ട് അല്ലേ? 3ൻ്റെയോ 5ൻ്റെയോ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള 9 ഔട്ട്കംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഇവൻ്റില്ലേ, ഈ ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള 9 ഔട്ട്കംസ് ഉണ്ട്. ഡിവൈഡ് ബൈ ഇനി ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ്. ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എന്ന് വെച്ചാൽ 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ 9/20 എന്ന് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 9/20. ഓക്കെ, 4th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സം 9 ഫ്രം 2 ത്രോസ് ഓഫ് എ ഡൈ? ഓപ്ഷൻ എ 1/3, ഓപ്ഷൻ ബി 1/9, ഓപ്ഷൻ സി 1/2, ഓപ്ഷൻ ഡി 2/9. ഇവിടെ എക്സ്പെരിമെൻ്റ് എന്താണ്? ഒരു ഡൈ 2 പ്രാവശ്യം ത്രോ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ത്രോ ചെയ്തു, അപ്പോൾ വീണ നമ്പർ എഴുതി. രണ്ടാമത്തെ പ്രാവശ്യം ത്രോ ചെയ്തു, അപ്പോൾ ഏത് ഫേസ് ആണോ കാണിച്ചത് ആ നമ്പറും എഴുതി. ഈ 2 നമ്പേഴ്സിൻ്റെ സമ്മ് 9 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ത്? അതാണ് നമ്മുടെ ചോദ്യം. മനസ്സിലായല്ലോ? ഒരു ഡൈ 2 പ്രാവശ്യം ത്രോ ചെയ്തു, അപ്പോൾ കിട്ടിയ 2 നമ്പേഴ്സ് ഇല്ലേ, ആ 2 നമ്പേഴ്സിൻ്റെയും സമ്മ് 9 ആകാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ കണ്ടുപിടിക്കാനുള്ള പ്രോബിലിറ്റി ഓഫ് സം 9. ഈ ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കാനുള്ളത്. ക്ലാസിക്കൽ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഈ ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഈ ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള എത്ര ഔട്ട്കംസ് ഉണ്ട്, സമ്മ് 9 ആയിട്ട് വരുന്ന എത്ര ഔട്ട്കംസ് ഉണ്ട്, ഡിവൈഡ് ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ്. ഒരു സാമ്പിൾ സ്പേസ് എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് n ഓഫ് സം 9 കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസിൻ്റെ എണ്ണം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് പേരിലാണ് ആദ്യം സമ്മ് 9 വരുന്നതെന്ന് നോക്കുക. ഇവിടെയാണ് സമ്മ് 9 കിട്ടുന്നത്. കണ്ടോ, 3ഉം 6ഉം ആഡ് ചെയ്താൽ 9 കിട്ടും. ഈ ഓർഡേർഡ് പെയർ ഉൾപ്പെടുന്ന ഡയഗണൽ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഡയഗണലിൽ വരുന്ന എല്ലാ ഔട്ട്കംസിലും ആ 2 നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 9 ആയിരിക്കും. അപ്പോൾ ഈ ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള എത്ര ഔട്ട്കംസ് ഉണ്ട്? 1 2 3 4 4 ഔട്ട്കംസ് ഉണ്ട്. അതുകൊണ്ട് ന്യൂമറേറ്റർ 4 ആയിരിക്കും ബൈ ഡിനോമിനേറ്ററിൽ n ഓഫ് എസ് ആണ്, ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് അല്ലേ? മൊത്തം എത്ര പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്? ഒരു ഡൈ 2 പ്രാവശ്യം ത്രോ ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസിനകത്ത് 36 ഔട്ട്കംസ്. സോ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 1/9. റിക്വയർഡ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 1/9. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് എ ലീപ്പ് ഇയർ സെലക്റ്റഡ് അറ്റ് റാൻഡം കണ്ടെയ്ൻസ് 53 സൺഡേയ്സ്? അതായത് ഒരു ലീപ്പ് ഇയറിൽ 53 സൺഡേയ്സ് വരാനുള്ള പ്രോബിലിറ്റി എന്ത്? ഇതാണ് നമ്മുടെ ചോദ്യം. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഒരു ലീപ്പ് ഇയർ ആകുമ്പോൾ 366 ഡേയ്സ് ഉണ്ട് അല്ലേ? 366 ഡേയ്സ് ഉണ്ട് ഒരു ലീപ്പ് ഇയറിനകത്ത്. ഇതിനകത്ത് എത്ര ആഴ്ചകൾ വരുമെന്ന് നോക്കാം, എത്ര വീക്സ് ഇതിനകത്ത് വരുമെന്ന് നോക്കാം. ഒരു വീക്കിൽ 7 ഡേയ്സ് അല്ലേ? അപ്പോൾ എത്ര വീക്കുകൾ ഉണ്ടെന്ന് അറിയണമെങ്കിൽ 366നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 366നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കിട്ടുക? 35. 366നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്വഷ്യൻ്റ് 52 കിട്ടും, 52 കിട്ടും, റിമൈൻഡർ 2 കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? 52 ആഴ്ചകൾ ഉറപ്പായിട്ടും ഉണ്ടാവും അല്ലേ? 52 ആഴ്ചകൾ ലീപ്പ് ഇയറിൽ എന്തായാലും ഉണ്ടാവും. 52 ആഴ്ചകളുണ്ട്. പിന്നെ ഒരു 2 എക്സ്ട്രാ ഡേയ്സും വരുന്നുണ്ട്. കണ്ടോ, റിമൈൻഡർ 2 കിട്ടി. അപ്പോൾ 52 ആഴ്ചകൾ പോയിട്ട് പിന്നെ ഒരു 2 എക്സ്ട്രാ ഡേയ്സും വന്നിട്ടുണ്ട്. അതായത് 366നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് 7 വെച്ച് 7 വെച്ച് 7 വെച്ച് 7 വെച്ച് മാറ്റിയാൽ 52 പ്രാവശ്യം മാറ്റാൻ പറ്റും. ബാക്കി ഒരു 2 ദിവസം എക്സ്ട്രാ വരും. ഈ 52 ആഴ്ചകളിൽ 52 സൺഡേയ്സ് ഉറപ്പായിട്ട് കിട്ടും.
അപ്പോൾ 52 സൺഡേസ് ഉറപ്പായിട്ടുണ്ടല്ലേ. അപ്പോൾ 52 സൺഡേ ഉറപ്പായിട്ട് കിട്ടും. ഇനി ഒരു സൺഡേയുടെ കിട്ടിയാലേ 53 സൺഡേ ആവുള്ളൂ. ആ ഒരു സൺഡേ കിട്ടുന്നത് ഈ 2 ഡേയ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഈ 2 ഡേയ്സ് എങ്ങനെയൊക്കെ വരാം എന്നാദ്യം നോക്കുക. ഈ 2 ഡേയ്സ് എങ്ങനെയൊക്കെ വരാം? ഒന്നുകിൽ സൺഡേ മൺഡേ ആവാം അല്ലേ. സൺഡേ മൺഡേ ഈ 2 ദിവസം എക്സ്ട്രാ വരുന്ന 2 ദിവസം എങ്ങനെയൊക്കെ ആവാമെന്ന് എഴുതാണ്. ഒന്നുകിൽ സൺഡേ മൺഡേ, അല്ലെങ്കിലോ മൺഡേ ട്യൂസ്ഡേ ആവാം. അടുത്തടുത്തുള്ള ദിവസങ്ങളെ ആവുള്ളൂ. മൺഡേ ട്യൂസ്ഡേ, അല്ലെങ്കിലോ ട്യൂസ്ഡേ വെനസ്ഡേ, അതുമല്ലെങ്കിലോ വെനസ്ഡേ തേഴ്സ്ഡേ, അതുമല്ലെങ്കിൽ തേഴ്സ്ഡേ ഫ്രൈഡേ, അതുമല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ, അതുമല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ. ഇത്രയും പോസിബിലിറ്റി ഉണ്ട്. ഈ 2 ദിവസം ഇതിലേത് വേണോ ആകാം. ഒന്നുകിൽ സൺഡേ മൺഡേ ആവാം, അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ ആവാം, അല്ലെങ്കിൽ ട്യൂസ്ഡേ വെനസ്ഡേ ആവാം, അല്ലെങ്കിൽ വെനസ്ഡേ തേഴ്സ്ഡേ ആവാം, അല്ലെങ്കിൽ തേഴ്സ്ഡേ ഫ്രൈഡേ ആവാം, അല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ ആവാം, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ആവാം. മനസ്സിലായല്ലോ? ഇനി ഇതിനകത്തുനിന്ന് ഒരു സൺഡേ വരാനുള്ള സാധ്യത എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇതിനകത്ത് ഒരു സൺഡേ കിട്ടാനുള്ള സാധ്യത. അപ്പോൾ സൺഡേക്ക് ഫേവറബിൾ ആയിട്ടുള്ള എത്ര ഔട്ട്കംസ് ഉണ്ട് ഇവിടെ? സൺഡേക്ക് ഫേവറബിൾ ആയിട്ടുള്ള സൺഡേ വരുന്ന എത്ര ഔട്ട്കംസ് ഉണ്ട്? ഇവിടെ ഒരു ഔട്ട്കം വരുന്നുണ്ട്, കണ്ടോ? സൺഡേ മൺഡേ ഇവിടെ ഒരു ഔട്ട്കം ഉണ്ട് സൺഡേക്ക് ഫേവറബിൾ ആയിട്ടുള്ള. ഇനിയുണ്ടോ സൺഡേക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം? അപ്പോൾ സൺഡേക്ക് ഫേവറബിൾ ആയിട്ടുള്ള 2 ഔട്ട്കംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള 2 ഔട്ട്കംസ് ഉണ്ട് അല്ലേ. ഹോൾ ഡിവൈഡ് ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്രയാ? 1 2 3 4 5 6 7. ഇതാണ് 53 സൺഡേ കിട്ടാനുള്ള പ്രോബിലിറ്റി. 52 ആഴ്ചകളിൽ ഉറപ്പായിട്ട് 52 സൺഡേസ് വരും. പിന്നെ ഒരു സൺഡേയും കൂടെ വരാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഒരു സൺഡേ കൂടെ വരാനുള്ള സാധ്യത. ആ ഒരു സൺഡേ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഈ 2 എക്സ്ട്രാ ഡേയ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 2 എക്സ്ട്രാ ഡേയ്സ് എങ്ങനെയൊക്കെ വരാമെന്ന് എഴുതി നോക്കി. എന്നിട്ട് അതിനകത്ത് സൺഡേക്ക് ഫേവറബിൾ ആയിട്ടുള്ള എത്ര ഔട്ട്കംസ് ഉണ്ടെന്ന് നോക്കി. 2 ഔട്ട്കംസ് ഡിവൈഡ് ബൈ അവിടെ ടോട്ടൽ എത്ര ഔട്ട്കംസ് ഉണ്ടായിരുന്നു? 7 ഉണ്ടായിരുന്നു. അപ്പോൾ 2/7 ആണ് ഇതിനകത്തുനിന്ന് ഒരു സൺഡേ കിട്ടാനുള്ള പ്രോബിലിറ്റി. ഇതിനകത്തുനിന്ന് ഒരു സൺഡേ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 2/7 ആണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ 52 സൺഡേ വന്നിട്ടുണ്ടല്ലോ, പിന്നെ ഒരു സൺഡേ കൂടെ കിട്ടാനുള്ള പ്രോബിലിറ്റി 2/7 ആണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ 53 സൺഡേ ആകാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 2/7 ആണെന്ന് മനസ്സിലായി. ഓക്കെ. പ്ലേയിങ് കാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രോബിലിറ്റിയിൽ സ്ഥിരം ചോദിക്കുന്നതാണ്. പ്ലേയിങ് കാർഡ്സ് മൊത്തം 52 പ്ലേയിങ് കാർഡ്സ് ആണുള്ളത്. ഈ 52 പ്ലേയിങ് കാർഡ്സിനകത്ത് 26 കാർഡ് ബ്ലാക്ക് കാർഡാണ്, 26 കാർഡ് റെഡ് കാർഡ്സ് ആണ്. മൊത്തം 52 പ്ലേയിങ് കാർഡ്സ്. 26 കാർഡ്സ് ആർ ബ്ലാക്ക് കാർഡ്സ് ആൻഡ് 26 കാർഡ്സ് ആർ റെഡ് കാർഡ്സ്. ഈ ബ്ലാക്ക് കാർഡ്സിനകത്ത് 2 ഡിഫറൻറ്റ് സ്യൂട്ടുകളുണ്ട്. 13 വെച്ചിട്ട് 13 എണ്ണം സ്പേഡിൻ്റെ കാർഡുകളാണ്, അടുത്ത 13 എണ്ണം ക്ലബ്സ് കാർഡുകളാണ്. അപ്പോൾ ബ്ലാക്കിനകത്താണ് സ്പേഡും ക്ലബ്സും വരുന്നത്. റെഡ് കാർഡിനകത്തും ഇതുപോലെ തന്നെ 13 കാർഡുകൾ ഡയമണ്ട് കാർഡുകളാണ്, 13 കാർഡുകൾ ഹേർട്ടിൻ്റെ കാർഡുകളാണ്. മനസ്സിലായല്ലോ? സ്പേഡിനകത്ത് വരുന്നത് ഏതൊക്കെ കാർഡുകളാണെന്ന് നോക്കാം. ഒരെണ്ണം എയ്സ് കാർഡാണ്. ഇതാണ് എയ്സ് കാർഡ്, എയ്സ് എയ്സ് കാർഡ്. പിന്നെ നമ്പർ കാർഡുകളാണ് 2 3 4 5 6 7 8 9 10. ഇത്രയും നമ്പർ കാർഡുകളാണ്. ബാക്കി വരുന്നത് കിങ് ക്യൂൻ ജാക്ക്. ഈ 3 കാർഡുകളെയും നമ്മൾ ഫേസ് കാർഡുകൾ എന്ന് വിളിക്കും. ഫേസ് കാർഡുകൾ, ഫേസ് കാർഡ്സ്, ഫേസ് ഉള്ള കാർഡുകളാണ് കിങ് ക്യൂൻ ജാക്ക്. ഇതുപോലെ ഓരോ സ്യൂട്ടിലും ഉണ്ട്. എയ്സ് ഉണ്ട്, നമ്പർ കാർഡുകളുണ്ട് 10 അവസാനത്തെ നമ്പർ കാർഡ്, ദെൻ കിങ് ക്യൂൻ ജാക്ക്. ഇതെല്ലാം ഫേസ് കാർഡുകളാണ്. അതുപോലെ ഇവിടെയും ഉണ്ട് എയ്സ് കാർഡ്, നമ്പർ കാർഡുകൾ, 3 ഫേസ് കാർഡുകൾ. എയ്സ് കാർഡ്, ബാക്കി നമ്പർ കാർഡുകൾ, പിന്നെ 3 ഫേസ് കാർഡ്സ്. അപ്പോൾ ഇത് നന്നായിട്ട് അറിയണം. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ചോദിക്കാം. ഓക്കെ. ക്വസ്റ്റ്യൻ: എ കാർഡ് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം എ പാക്ക് ഓഫ് 52 playing cards.
ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഫേസ് കാർഡ് ഈസ് 52 പ്ലേയിങ് കാർഡ്സിനകത്തുനിന്ന് റാൻഡം ആയിട്ടൊരു കാർഡ് സെലക്ട് ചെയ്തു. ആ എടുത്ത കാർഡ് ഒരു ഫേസ് കാർഡ് ആകാനുള്ള പ്രോബിലിറ്റി എന്ത്? അപ്പോൾ കണ്ടുപിടിക്കാൻ എന്താണ് പ്രോബിലിറ്റി ഓഫ് ഫേസ് കാർഡ്? ഒരു ഫേസ് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ ഒരു ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി കാണാനുള്ള ഫോർമുല എന്താണ്? ആ ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള എത്ര ഔട്ട്കംസ് ഉണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്ര. ഇപ്പോൾ ഫേസ് കാർഡ്സിന് ഫേവറബിൾ ആയിട്ടുള്ള എത്ര ഔട്ട്കംസ് ഉണ്ട്? അപ്പോൾ 52 കാർഡിൽ എത്ര കാർഡുകൾ ഫേസ് കാർഡുകളാണ്? നമ്മൾ നേരത്തെ കണ്ടു 4 ഡിഫറൻറ്റ് സ്യൂട്ടുകളുണ്ടല്ലേ. ഡയമണ്ടിൻ്റെ സ്യൂട്ട്, ഹേർട്ടിൻ്റെ സ്യൂട്ട്, സ്പേഡിൻ്റെ സ്യൂട്ട്, ക്ലബ്സിൻ്റെ സ്യൂട്ട്. ഓരോ സ്യൂട്ടിലും 3 ഫേസ് കാർഡ് വെച്ചുണ്ട്. കിങ്, ക്യൂൻ, ജാക്ക്, ഇത് 3ആണ് ഫേസ് കാർഡ്സ്. അപ്പോൾ 4 ഡിഫറൻറ്റ് സ്യൂട്ട്, ഓരോ സ്യൂട്ടിലും 3 ഫേസ് കാർഡ് വെച്ച്. അപ്പോൾ മൊത്തം എത്ര ഫേസ് കാർഡുകളുണ്ട്? 12 ഫേസ് കാർഡുകളുണ്ട് അല്ലേ. ഒരു സ്യൂട്ടിൽ 3 കാർഡ് വെച്ച് 12 ഫേസ് കാർഡുകളുണ്ട്. അപ്പോൾ ഈ ഫേസ് കാർഡിന് ഫേവറബിൾ ആയിട്ടുള്ള 12 ഔട്ട്കംസ് ഉണ്ട്, 12 ഔട്ട്കംസ് ഉണ്ട്. ഡിവൈഡ് ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 52. ആൻസർ 12/52. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കി എഴുതാം, വെട്ടി ചെറുതാക്കി എഴുതാം ആൻസർ. മനസ്സിലായല്ലോ?